കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ മുതുകുളം, കണ്ടല്ലൂർ, ആറാട്ടുപുഴ, ചേപ്പാട് മേഖലകളുടെ യോഗം പുല്ലുകുളങ്ങര ജനതാ ഗ്രന്ഥശാലയിൽ നടന്നു. 4 മേഖലകളിലെയും ഗ്രന്ഥശാലകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ലൈബ്രറിയൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ മുതുകുളം, കണ്ടല്ലൂർ, ആറാട്ടുപുഴ, ചേപ്പാട് മേഖലകളുടെ യോഗം പുല്ലുകുളങ്ങര ജനതാ ഗ്രന്ഥശാലയിൽ നടന്നു. 4 മേഖലകളിലെയും ഗ്രന്ഥശാലകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ലൈബ്രറിയൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ പ്രത്യേക പദ്ധതിയായ റിപ്പബ്ലിക് ദിന സദസ്സ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നു. ജില്ലാ കൌൺസിൽ അംഗം കീച്ചേരിൽ ശങ്കരപ്പിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആറാട്ടുപുഴ മേഖലാ സമിതി കൺവീനർ ബിമൽ റോയ് സ്വാഗതം പറഞ്ഞു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു മതത്തിന്റെയും ഏത് മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കുവാനും ഉള്ള അവകാശമുള്ള ഒരു ജനത വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കും. എപ്പോഴും നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഒരു കാരണവശാലും നമ്മുടെ ഭരണത്തിൽ മതത്തിന്റെ സ്വാധീനം ഉണ്ടാകാൻ പാടില്ല. ഒരു മതത്തിന്റെയും ഒരു ഭാഷയുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു ചിന്തിക്കുന്നു. ഒരു ഭാഷയാകണം, ഒരു തെരഞ്ഞെടുപ്പാകണം, ഇല്ലേ? ഒരു തെരഞ്ഞെടുപ്പാകുക എന്ന് പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചു. ഒരു തെരഞ്ഞെടുപ്പാകും, ഇന്ത്യൻ ഒരു തെരഞ്ഞെടുപ്പ് വ്യത്യസ്തങ്ങൾ ആ രൂപത്തിലേക്ക് ഇന്ത്യയെ മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിലെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? വൈകുണ്ഠസ്വാമി എന്ന് പറഞ്ഞ ഒരു ആള് അവിടെ ഒരു സമത്വ സമാജം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു സമത്വ കുളം ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും വന്ന് അവിടെ ഇന്നിപ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സമത്വ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അന്നത്തെ പ്രാധാന്യം. പക്ഷെ അദ്ദേഹം സമത്വ കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിൽ ഏത് ജാതിക്കാരും പത്രക്കാരും അവിടെ. പിന്നെ ഈ ചിന്തകളെയും ഈ കർമ്മരംഗത്തെ നമ്മളെ ഇറക്കിയത്, സമൂഹത്തെ ഇറക്കിയത് ശ്രീനാരായണ ഗുരുവാണ്. കണ്ടല്ലൂർ മേഖലാ സമിതി കൺവീനർ ആർ രാജ്മോഹൻ വിഷയാവതരണം നടത്തി. രാമചന്ദ്രൻ നായർ എൻ, അഡ്വക്കേറ്റ് ഷിമു രാജ് എന്നിവരും റിപ്പബ്ലിക് ദിന സദസ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.